ജിതിന്റെ കൊലപാതകത്തിലെ രാഷ്ട്രീയം CPM തുടക്കത്തിലെ വ്യക്തമാക്കി. പിന്നാലെ പ്രതികളിൽ ചിലരുടെ ഇടതുബന്ധം സൂചിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിച്ചു. തുടർന്ന് DYFI ജില്ലാ നേതൃത്വം വിശദീകരണത്തിന് വാർത്താ സമ്മേളനം വിളിച്ചു. പ്രതികളിൽ സുമിത്ത്, മിഥുൻ മധു എന്നിവരുടെ DYFI ബന്ധം 2021 ജൂലൈയിൽ അവസാനിച്ചു എന്നാണ് വിശദീകരിച്ചത്. അവർ 2021 ഏപ്രിൽ മാസമാണ് BJPയിലെയും RSSലെയും ചില ആഭ്യന്തര പ്രശ്നം കാരണം DYFIയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. 2-3 മാസക്കാലം മാത്രമാണ് അവർ DYFIയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ സംഘപരിവാർ ബന്ധം തുടർന്നിരുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഒടുവിൽ പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകൾ. DYFI പെരുന്നാട് മേഖലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ 2023 മാർച്ച് 18 പോസ്റ്റ് ചെയ്ത കാർഡാണ് തിരിച്ചടിക്കുന്നത്. ഇതുപ്രകാരം 7ാം പ്രതി മിഥുൻ മധു ജില്ലാ നേതൃത്വം പറഞ്ഞ കാലയളവിന് ശേഷം സംഘടനയുടെ മടത്തുമൂഴി യൂണിറ്റ് പ്രസിഡന്റായി. അതേസമയം പ്രതികളിൽ ചിലർക്ക് ഇടത് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന ആരോപണങ്ങളെ CPM പാടെ തള്ളി. ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുന്ന കുറേ മാധ്യമങ്ങളും കുറേ ആളുകളും പുറപ്പെട്ടിരിക്കുകയാണ്. അതാണ് അതിന് മറുപടി. തിങ്കളാഴ്ച രാത്രി 10:30 മടത്തുമൂഴിയിലുണ്ടായ സംഘർഷത്തിലാണ് ജിതിൻ ഷാജി കൊല്ലപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.